ജനുവരി 4-ന് മുനമ്പം സന്ദർശിക്കുമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ CN രാമചന്ദ്രൻ നായർ. സ്ഥിതിഗതികൾ വിലയിരുത്തും, എല്ലാവരെയും കേൾക്കും. വഖഫ് ബോർഡിന്റെ മറുപടിയാണ് ഇനി ലഭിക്കാനുള്ളത്. ഫെബ്രുവരിയിൽ റിപ്പോർട്ട് കൊടുക്കാനായേക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കൂടിക്കാഴ്ചയിൽ പ്രത്യാശയുണ്ടെന്ന് കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കമ്മീഷൻ മുനമ്പത്തേക്ക് കൃത്യമായി തന്നെ പറയുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ കമ്മീഷൻ വച്ചു പുലർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്, കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് കോട്ടപ്പുറം രൂപത മെത്രാൻ. അതിൽ വലിയ പ്രത്യാശയുണ്ടെന്നാണ് മെത്രാൻ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ജുഡീഷ്യൽ കമ്മീഷന്റെ വാക്കുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താം മുനമ്പം വഖഫ് വിഷയം? രോഹിണി, ഏകദേശം 10:20 കൂടിയാണ് ജുഡീഷ്യൽ കമ്മീഷനായിട്ടുള്ള ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ ഔദ്യോഗിക ഓഫീസിലേക്ക് കോട്ടപ്പുറം അതിരൂപത മെത്രാനായ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ, അതോടൊപ്പം തന്നെ വികാരിമാരും മറ്റ് മുനമ്പം ഭൂസംരക്ഷണ സമരസമിതി നേതാക്കളും എത്തിയത്. ഏകദേശം 1 മണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടു. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നുള്ള കാര്യം രാമചന്ദ്രൻ കമ്മീഷനെ അറിയിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതിന് ശേഷമാണ് കൂടിക്കാഴ്ചയ്ക്കായിട്ട് ഫാദർ പോയത്. അതിനുശേഷം ഈ കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം പ്രത്യാശയുണ്ട് എന്നുള്ളൊരു പ്രതികരണം അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുകയും ഉണ്ടായി. മാത്രമല്ല, ഈ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നുള്ള കാര്യത്തിന് അത് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളും കമ്മീഷന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് ഇപ്പോൾ തങ്ങൾക്കുള്ള ആശങ്കകൾ, മുനമ്പത്തെ ജനതയ്ക്കുള്ള ആശങ്ക, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ജുഡീഷ്യൽ കമ്മീഷനുമായിട്ട് ചർച്ച ചെയ്തതും ഈ ഫാദർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ക്രിസ്മസിന്, അതായത് നാളെ മുനമ്പത്തെ തീരദേശ ജനത നിരാഹാര സമരം തുടരുക തന്നെ ചെയ്യും. സങ്കടത്തിന്റെ ക്രിസ്മസ് ആണ് അവർ ആഘോഷിക്കുകയെന്ന് നേരത്തെ തന്നെ അവർ പറഞ്ഞതാണ്. അത് കോട്ടപ്പുറം അതിരൂപത മെത്രാനും ആവർത്തിക്കുകയുണ്ടായി. എന്തായാലും സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷനെ അതിരൂപത മെത്രാൻ തന്നെ സന്ദർശിച്ചുകൊണ്ട് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നുള്ള കാര്യത്തിൽ അതിലെ ചില ആശങ്കകളും നിലവിലെ കാര്യങ്ങളും മറ്റ് വിവരങ്ങളും ഒക്കെ തന്നെ അദ്ദേഹവുമായിട്ട് ധരിപ്പിച്ചത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നിലവിൽ 5-ാം തീയതിയാണ് ഹിയറിംഗ് ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത്. 4-ാം തീയതി തന്നെ മുനമ്പം സന്ദർശിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് മുനമ്പത്ത് 4-ാം തീയതി ജുഡീഷ്യൽ കമ്മീഷൻ സന്ദർശനം നടത്തും. അവിടെയുള്ള ആളുകളെ, പാരിഷ് ഹാളിൽ കൂടിച്ചേരുന്ന ആളുകളെ, അവരുടെ ആശങ്കകളൊക്കെ തന്നെ താൻ കേൾക്കും. മുഴുവൻ ആശങ്കകളും കേട്ടുകൊണ്ട്, അവിടെ എത്തുന്നവരെ മുഴുവൻ കേട്ടുകൊണ്ട് ഉള്ള ഒരു പ്രശ്നപരിഹാരത്തിനായിരിക്കും താൻ ശ്രമിക്കുക എന്നാണ് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ മാധ്യമങ്ങളോട് അറിയിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, അതിനുശേഷം ഈ രേഖകൾ, നിലവിൽ വിശദീകരണം ആവശ്യപ്പെട്ടവരൊക്കെ തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ഫറൂഖ് കോളേജ് അടക്കമുള്ള പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ തന്നെ മറുപടി നൽകിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ വഖഫ് ബോർഡിന്റേതായിട്ടുള്ള മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് നൽകുമെന്നാണ് വഖഫ് ബോർഡിന്റെ അഭിഭാഷകൻ തന്നോട് പറഞ്ഞിട്ടുള്ളതെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഫെബ്രുവരിയോട് കൂടി ഈ റിപ്പോർട്ട് പൂർത്തിയാക്കി നൽകാനാകുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നുള്ള ഒരു നിലപാടിൽ അത്തരം ഒരു മറുപടിയാണ് ഫറൂഖ് കോളേജ് അധികൃതർ ഈ ജുഡീഷ്യൽ കമ്മീഷന് നൽകിയിട്ടുള്ളത്. ഈ ഇഷ്ടദാനം എന്നുള്ള രീതിയിലാണ് തങ്ങൾക്ക് ആ ഭൂമി കിട്ടിയത്. അതുകൊണ്ട് തന്നെ ക്രയവിക്രയത്തിന് പൂർണ്ണമായിട്ടുള്ള അധികാരം തങ്ങൾക്കുണ്ട് എന്നുള്ളതും ഫറൂഖ് കോളേജ് രേഖാമൂലം തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മുനമ്പത്തെ സമരസമിതി നേതാക്കൾ, ഭൂ ഉടമകൾ, ഇവരുടെയൊക്കെ ആശങ്കകൾ നേരിട്ടറിഞ്ഞുകൊണ്ട് മുനമ്പത്ത് സ്ഥിതി ചെയ്യുന്ന വീടുകൾ, അത് അവിടുത്തെ ഭൂപ്രകൃതി, ഒപ്പം തന്നെ അവിടുത്തെ മറ്റ് അതിർത്തിയൊക്കെ തന്നെ പരിശോധിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന തരത്തിലുള്ള ഒരു സന്ദർശനമാകും 4-ാം തീയതി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നടത്തുക. എന്തായാലും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഔദ്യോഗികമായിട്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിവരിച്ചത്. രോഹിണി. ശരി രേഷ്മ, ജനുവരി 4-ന് മുനമ്പം സന്ദർശിക്കുമെന്ന ജുഡീഷ്യൽ കമ്മീഷൻ CN രാമചന്ദ്രൻ നായർ. സ്ഥിതിഗതികൾ വിലയിരുത്തും, എല്ലാവരെയും കേൾക്കും. വഖഫ് ബോർഡിന്റെ മറുപടിയാണ് ഇനി ലഭിക്കാനുള്ളത്. ഫെബ്രുവരിയിൽ റിപ്പോർട്ട് കൊടുക്കാനായേക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.